ഈ രണ്ട് കാര്യങ്ങൾ കൂടിയാണ് നടക്കുന്നത്. ചാർലി എഴുതുകയാണ്. ചാർലി വാ. അപ്പൊ നമുക്ക് ചടങ്ങ് ആരംഭിച്ചില്ലേ അല്ലേ? കുറെ സമയം പരിപാടി ഉച്ചഭക്ഷണത്തോടു കൂടി നമ്മൾ പിരിയാൻ കഴിയുന്നു. ഇവിടെ എന്താ റെഡിയാണ് പായസത്തോടു കൂടിയ ഉച്ചഭക്ഷണം എന്താ കഴിക്കാത്തത്. അപ്പൊ നമുക്ക് ദേവപ്രിയ വന്ദന കാരണം കൂടി പരിപാടിയായിരുന്നു. ദേവപ്രിയ ക്ഷണിക്കും. കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങ് വായോ നാനാം തുമ്പികളെ. പച്ചത്തലപ്പാവ് ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം. പച്ചത്തലപ്പാവ് ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം. കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങ് വായോ നാനാം തുമ്പികളെ. വാർമഴവില്ലിൻ നിറങ്ങൾ ചാലിച്ചൊരു ചിത്രം വരച്ചു നോക്കാം. പീലിക്കുരുത്തോലച്ചിന്തിക്കിളികളും പിപ്പിയുമുണ്ടാക്കാം. വാർമഴവില്ലിൻ നിറങ്ങൾ ചാലിച്ചൊരു ചിത്രം വരച്ചു നോക്കാം. പീലിക്കുരുത്തോലച്ചിന്തിക്കിളികളും പിപ്പിയുമുണ്ടാക്കാം. ചുണ്ടത്തോരായിരം ചോദ്യം കൊളുത്തുകൊണ്ടുത്തരം തേടുവോരേ, ആകാശച്ചോടി കാണുന്ന ലോകത്തെ ആകവെ തൊട്ടറിയാം, ആകവെ തൊട്ടറിയാം. കുന്നോളം കാഴ്ചകളിന്നോളം കാണാതെയുണ്ടല്ലോ വിശ്വമാകെ, പുസ്തകത്തിനും അപ്പുറമുള്ളൊരു പുസ്തകത്തിൻ പ്രപഞ്ചം. കുന്നോളം കാഴ്ചകളിന്നോളം കാണാതെയുണ്ടല്ലോ വിശ്വമാകെ, പുസ്തകത്തിനും അപ്പുറമുള്ളൊരു പുസ്തകത്തിൻ പ്രപഞ്ചം. മാറ്റത്തിൻ കാലത്തെ അറ്റം കടക്കാനൊപ്പം കൂടുവോരേ, വാനവിശാലത തേടാം, വിശ്വമാനവരായി വളരാം, വിശ്വമാനവരായി വളരാം. കൂട്ടമായൊന്നു പറന്നു വരൂ വരൂ കുട്ടിക്കുരുവികളെ, ഒറ്റക്കിരിക്കാതെ ഒന്നിങ്ങ് വായോ നാനാം തുമ്പികളെ. പച്ചത്തലപ്പാവ് ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം. പച്ചത്തലപ്പാവ് ചുറ്റിയ മാവിന്റെ ചുറ്റും പറന്നിരിക്കാം. ദേവപ്രിയ പാടിയ പാട്ട് പരിഷത്തും നമ്മുടെ ബാലവേദിയുടെ ഗാനമാണ്, ബാലവേദി ഗാനമാണ്. ഇത് എഴുതിയത് നമ്മുടെ ജിനമാഷാണ്. നല്ല അർത്ഥമല്ലേ? എല്ലാവരും കുട്ടികളൊക്കെ വിശ്വമാനവരായിട്ട് വളരുക എന്നൊരു വലിയ സന്ദേശം തരുന്നൊരു ഒന്നാന്തര പാട്ടാണ്.
ഇന്ദുലേഖ വാര്യർ ജിനമാസത്തിലെ കവിതയിൽ പാടിയിട്ടുള്ള പുസ്തകത്തിൽ അതിപ്പോൾ നമുക്കിവിടെ കാണുകയും കേൾക്കുകയും ചെയ്യും. ഇഞ്ചിന് വീട്ടിനുള്ളിൽ കട്ടിമേലെ കുട്ടിയിറങ്ങുമ്പോൾ ഒറ്റ ജനലിറ്റിലൂടെ ചാറ്റി വന്നു പൂച്ച. പൂച്ചയുടെ കയ്യിലൊരു ലാപ്പിരിപ്പുണ്ട്. രാത്രി കണ്ണിൻ ബാറ്ററി ഫുൾ ചാർജിലായിട്ടുണ്ട്. വായ്പൊളിച്ചും പല്ലിളിച്ചും ഹായ് പറഞ്ഞു പൂച്ച. മ്യാവ് മ്യാവ് വീണമിട്ടി നാവു നീട്ടി പൂച്ച. ചാടിയ ജനൽപ്പടിയിൽ ചാടി നിന്നു പൂച്ച. കുട്ടി നീ ഉറങ്ങയാണോ വാതിൽ പൂട്ടി സ്വസ്ഥം? പോരണോ നീ വാൾ വളച്ച് ചോദ്യചിഹ്നമായി. കുട്ടികട്ടിൽ വിട്ടുണർന്നിട്ടില്ല എന്ത കഷ്ടം. കാലു നീട്ടി കൈ ചുരുട്ടി നാലുപാടും പൂച്ച. കുട്ടി നോക്കി ഇല്ലയിട്ടും വെട്ടുപോയി പൂച്ച. ആറ്റുനോറ്റു വന്നു പക്ഷെ തോറ്റുപോയി പൂച്ച. എത്രയോ ഇമോജികൾ ഇട്ടു നോക്കി പൂച്ച. എന്റെ പേര് കിട്ടി എന്നെടുത്തു ചൊല്ലി പൂച്ച. പേരെടുത്തു ചൊല്ലിയിട്ടും കേട്ടതില്ല കുട്ടി. എന്ത് കുട്ടിക്കറിയില്ലേ നെറ്റ് ചാറ്റു ഭാഷ. പെട്ടകയിൽ ഉണർന്നു കുട്ടി എട്ടുതിക്കും നോക്കി. പൂച്ചയില്ല പൂച്ച കയറി വന്ന മട്ടുമില്ല. തപ്പിക്കുട്ടി താഴെ വന്ന് തപ്പി നോക്കിയിട്ടും കിട്ടിയില്ല കുട്ടിക്കൊരു കൂട പോലും ബാക്കി. അപ്പോൾ കുട്ടി കണ്ട പൂച്ച അസലോ ഇമോജിയോ. അപ്പോൾ കിട്ടി കണ്ട കുട്ടി വാവയോ വെറും പാവയോ. അപ്പോൾ കുട്ടി കണ്ട പൂച്ച അസലോ ഇമോജിയോ. അപ്പോൾ കിട്ടി കണ്ട കുട്ടി വാവയോ വെറും പാവയോ. പുസ്തകപ്രാസന ഇടങ്ങളില്ല. ഈ ചടങ്ങിന് TV-യിലാണ് പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി സ്വാഗതം പറയും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, ഈ നമ്മുടെ പ്രിയപ്പെട്ട ജിനമാഷ് ഈ തൃശ്ശൂർ ജില്ലയിലെ ബാലസാഹിത്യ രംഗത്തെ പ്രഗത്ഭനാണ്. കേരളത്തിലെ ബാലസാഹിത്യ രംഗത്തും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ജിനമാഷ് നമ്മുടെ കുഞ്ഞുണ്ണി മാസ്റ്ററൊക്കെ തൃശ്ശൂർക്കാരൻ കൂടിയായിട്ടുള്ള കുഞ്ഞുണ്ണി മാസ്റ്ററൊക്കെ ഒരു പിന്തുടർച്ചക്കാരനാണ്. ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രകാശിതമാകുന്ന പുസ്തകം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പരിഷത്തിന്റെ പുസ്തകമാണ്. പരിഷത്ത് കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ അതിന്റെ ആരംഭകാലം മുതലായി എന്ന് പറയാവുന്ന രീതിയിൽ മെനക്കെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ്. യുറീക്ക മാസികയൊക്കെ അതിനു വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യുറീക്ക മാസിക കണ്ടിട്ടുണ്ടോ? യുറീക്ക വിജ്ഞാന പരീക്ഷ, യുറീക്ക വിജ്ഞാനോത്സവം, യുറീക്ക മാസിക ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രൊഫസർ എസ് ശിവദാസനെ പോലെ, CG ശാന്തകുമാറിനെ പോലെ,
ഒക്കെ നിരവധിയായിട്ടുള്ള ബാല സാഹിത്യ രംഗത്തെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഈ രംഗത്തിൽ കൊണ്ടുവരികയും അങ്ങനെ അവരുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മലയാള ബാലസാഹിത്യ പ്രസ്ഥാനത്തിന് മുതൽക്കൂട്ടാക്കുകയും ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ ബാലസാഹിത്യകാരനായിട്ടുള്ള ദിനമാഷ കവിതകളൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുരുത്തോലക്കളിയും അതുപോലെയുള്ള സംഗതികളൊക്കെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ പരിപാടിയിൽ നമുക്ക് വേണ്ടി സ്വാഗത ഗാനം ആരംഭിച്ച ജനപ്രിയയെ വളരെ സ്നേഹപുരസ്സരം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് തൃശ്ശൂരിലെ ഏത് ഇത്തരം സംരംഭങ്ങളുടെയും നെടുനായകത്വം വഹിക്കുന്ന കേരളത്തിലെ തന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട തൃശ്ശൂരിന്റെ മറ്റൊരു അഭിമാനമായ ശ്രീ രാവുണ്ണിയാണ്. രാവുണ്ണിയെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാനത്തെ തന്നെ മുതിർന്ന പ്രവർത്തകരിൽ ഒരാളായ പരിഷത്തിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രസിദ്ധീകരണ സമിതി എന്ന് പറയുന്ന പരിഷത്തിന്റെ പുസ്തക പ്രസാധന രംഗത്ത് നിരവധി വർഷങ്ങളായി നേതൃത്വം നൽകി വരുന്ന ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണനാണ്. അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹമാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത്. വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ കാവുമ്പായിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പരിപാടിയുടെ ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിലെ പാലക്കാട്ടത്തെ ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിലെ കുട്ടികളാണ്. അവരാണ് ഈ പുസ്തകം സ്വീകരിക്കുന്നത്, നെഞ്ചേറ്റ് വാങ്ങുന്നത് ആ കൂട്ടുകാരാണ്. അവരെ എല്ലാവരെയും ഓരോരുത്തരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അവരെ കൂടെ അനുഭവിച്ചിലൂടെ വന്നിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും ഒരു പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിലെ ഈ പുസ്തകത്തിലെ ചിത്രങ്ങൾ രചിച്ചിട്ടുള്ളത് കോഴിക്കോട് സെന്റ് ജോസഫ് കോളേജിലെ ദേവഗിരിയിലെ റോണി ദേവസിയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപുരസ്സരം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് കുട്ടികൾ കവിത വായിക്കുന്നുണ്ട്. കവിത വായിക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ദർശനയാണ്. ദർശനയെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ വൈലോപ്പള്ളി അനുസ്മരണം നടക്കുന്നുണ്ട്. കാവ്യശകയുടെ നേതൃത്വത്തിൽ വർഗീസ് ആന്റണിയും മനീഷയും ഒക്കെ പ്രഭാഷണം നടത്തുന്നുണ്ട്. ശോഭാനാരായണൻ, ആമി തുടങ്ങിയ ആളുകളൊക്കെ ഇവിടെ കവിത ആലപിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഔപചാരികതയുടെ പേരിൽ വിവേകമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിലെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട രാവുണ്ണിയെ ക്ഷണിച്ചുകൊണ്ട് നമസ്കാരം. ഇനിയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്, പുസ്തകപ്രകാശനം. പുസ്തകപ്രകാശനം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കാവുമ്പായി ബാലകൃഷ്ണനാണ്. ഏറ്റുവാങ്ങുന്നത് ഇവിടെ വന്നു ചേർന്ന കുട്ടികളെല്ലാവരും ചേർന്നാണ്. എല്ലാ കുട്ടികളും ചേർന്ന് ഒരു പുസ്തകം ഏറ്റുവാങ്ങുന്ന ചടങ്ങ് കേരളത്തിൽ നടന്നുണ്ടാവില്ല. നിങ്ങൾ ഒന്നിച്ച് പാലക്കാട് പോകും അല്ലേ? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങും. പ്രകാശന ചടങ്ങ് നമുക്ക് ആദ്യം നടത്താം കേട്ടോ. കേരളത്തിൽ തന്നെ അത്യപൂർവമായി നടക്കുന്നൊരു പുസ്തക പ്രകാശന ചടങ്ങാണത്. അത്രയേറെ കുട്ടികളെ ഏറ്റുവാങ്ങുന്നു. ഈ പുസ്തകത്തിൻ്റെ നേരാവകാശം കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ പ്രകാശനം നടത്തുന്നു. പ്രകാശനം ചെയ്യാൻ വേണ്ടി കാവുമ്പായി ബാലകൃഷ്ണന്മാരെയും മറ്റതിഥികളെയും പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി നമുക്ക് മുമ്പിൽ എടുക്കാം. ഏറ്റുവാങ്ങാൻ വേണ്ടി എല്ലാ കുട്ടികളെയും ഏറ്റുവാങ്ങും.
എല്ലാവരും ഇരുന്നോ? ഈ പുസ്തകത്തിന്റെ ശബ്ദമുണ്ടാക്കേണ്ടതൊക്കെ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രകാശനം നിർവഹിച്ച നമ്മളെല്ലാവരും പ്രിയപ്പെട്ട കാവുമായി നമുക്ക് സംസാരിക്കുന്നു അദ്ദേഹത്തെ ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ നേരത്തെ പരാമർശിച്ചതുപോലെ നമ്മുടെ ബാലസാഹിത്യ രംഗത്ത് ഏറ്റവും മികവോടുകൂടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജിനമാഷ്. കുട്ടികൾക്ക് അത് പ്രിയപ്പെട്ടതാണ്. ഇതൊക്കെ യുണിക്കൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അത് നന്നായിട്ട് അറിയാം. മാഷെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് എഴുതിയപ്പോൾ അതിൽ ഞാൻ എഴുതിയ വിശേഷമാണ് കവിതയുടെ ഇളനീരും തെളിനീരുമാണ് ജിനമാഷ് കവിത എന്നുള്ളതാണ്. അത് മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. ഈ പുസ്തകമാവട്ടെ കുട്ടികളെ ലോകത്ത് നന്നായി ആസ്വദിക്കുന്നു. കുട്ടികൾ കാണേണ്ടത്, കേൾക്കേണ്ടത്, രുചിക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഓരോ കാര്യത്തെയും ചൂണ്ടിക്കാണിച്ച് കുട്ടികളെ ജീവിതത്തിലേക്ക്, പ്രകൃതിയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണത്. വളരെ നന്നായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഈ പുസ്തകം അച്ചടിച്ച് പുറത്തിറങ്ങുന്നു. മുഴുനീള കവറിൽ നിറയെ ചിത്രങ്ങളുമായി, നല്ല ചിത്രങ്ങളുമായി ഈ കവിതയ്ക്ക് ഇണങ്ങുന്ന വിധത്തിൽ നല്ല പുസ്തകമാണ്. പിന്നെ നിങ്ങളെല്ലാവരും സംസ്ഥാനം നിർത്താഴ്ച കാവുമായിട്ട് നിർത്തിയ സൈലൻ്റായ ആ ബാക്കിലുള്ള കുട്ടികളോട് നോക്കൂ. ബാക്കിലുള്ളവർ അത് ഇനി നമ്മൾ പ്രസംഗിച്ചിരിക്കേണ്ട ഇത് കഴിക്കുന്ന ശബ്ദം ഉണ്ടാക്കാറുണ്ടാവും അല്ലേ? ശബ്ദം ഉണ്ടാക്കാനും കഴിക്കാം.
അല്ലേ? നമുക്ക് ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ? സാമ്പായി മഹാലക്ഷ്മിയൊക്കെ സ്നേഹത്തോടു കൂടി പ്രകാശന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജന്മാഷയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനമാണ് ഇവിടിരിക്കുന്ന എല്ലാ കുട്ടികളും കൂടി നിർവഹിച്ചത്. കവിതയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, ജനഭാഷയെക്കുറിച്ച് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, പ്രസംഗിക്കുന്നില്ല. നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താ പറയുക, പ്രസംഗം കേൾക്കാൻ അല്ലേ? നിങ്ങൾ താല്പര്യമുണ്ടോ? വളരെ ആർക്കും താല്പര്യമില്ലാത്ത ഇല്ലല്ലോ. ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പ്രസംഗം കേൾക്കുന്നത്. അതിപ്പോഴല്ല, കുറെ കാലം മുമ്പേ തുടങ്ങിയതാണ്. പണ്ട് വെള്ളത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടായി. അയാൾ എപ്പോഴും നല്ലോണം കണ്ടുപിടിച്ചിട്ടാണ് ഓട്ടോ ഓടിക്കുക. എന്നാലും അയാളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകും. ഒരു പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ കണ്ടുപിടിക്കില്ല, വളരെ മര്യാദക്കാരനാണ്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യും? പള്ളിയിൽ എന്താ ചെയ്യുക? അച്ഛൻ പള്ളിയിൽ പ്രസംഗിക്കുന്നില്ല. ഇങ്ങനെ രണ്ടുപേരും മരിച്ചപ്പോൾ ഇവിടത്തേക്ക് ഹോട്ടലുകൾക്ക് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അവിടെ എത്തിയപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം ഈ ഓട്ടോറിക്ഷക്കാരനെ കള്ളുപിടിച്ച് ആളുകൾ കയറി പറഞ്ഞ് നടക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ സ്വർഗത്തിലേക്ക് ഇവിടത്തേക്ക് വിട്ടത് സ്വർഗത്തിലേക്ക്. എല്ലാ ദിവസവും പള്ളിയിൽ പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന അച്ഛനെ കൊണ്ടാണ് വിട്ടത് നരകത്തിലേക്ക്. അപ്പൊ അച്ഛന് വലിയ പ്രയാസമായി. എന്താ, ജീവിതകാലം മുഴുവനും ആളുകളെ ഉപദേശിക്കുകയും പ്രാർത്ഥിക്കുകയും മര്യാദക്കാരായി ജീവിക്കുകയും ചെയ്ത് ഞാൻ നരകത്തിലേക്ക് കള്ളുപിടിച്ച് ആളുകൾ പേര് പറഞ്ഞ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വർഗത്തിലേക്ക്. ഇത് മര്യാദയല്ല, ഇത് ശരിയല്ലല്ലോ എന്നായി അച്ഛൻ്റെ വാക്ക്. ഇപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിങ്ങളെന്താ ചെയ്തറിയോ? ആ പള്ളി പ്രസംഗിച്ച് ആൾക്കാർ പള്ളിയിൽ വരാതെ ആളുകളൊക്കെ പള്ളിയിൽ നിന്ന് അകറ്റിയ എങ്ങനെ ശരീരം അവസാനിച്ചാൽ മതി എന്നുള്ള രീതിയിലായി പള്ളിയിൽ വരുന്നവരൊക്കെ. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് നിങ്ങൾക്ക് ചെയ്തത്. പക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താ ചെയ്തത്? ഓട്ടോയിൽ കയറുന്ന ആളുകൾ അപ്പോൾ കയറുന്നതെന്ന് പറഞ്ഞു, ദൈവമേ ഒന്നെന്നെ അവിടെ എത്തിക്കണേ, ദൈവമേ ദൈവത്തെ വിളിച്ചോണ്ടാ ഇറങ്ങുന്നവർ. അങ്ങനെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നവരാക്കി ആര് ചെയ്തു? ഓട്ടോറിക്ഷ ഡ്രൈവർ. അതുകൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ സ്വർഗത്തിലേക്കും പള്ളിയിലച്ഛൻ നരകത്തിലേക്കും. പ്രസംഗത്തെക്കുറിച്ചുള്ള കഥയാണ് എന്ന് പറഞ്ഞാൽ പ്രസംഗം ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല, മാത്രമല്ല ഞാൻ അതുകൊണ്ട് പ്രയാസത്തിലാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നല്ല കവികളാണ്, പാട്ടുകാരാണ്, കവിത എഴുതുന്നവരും ചൊല്ലുന്നവരും ഒക്കെ ഇവിടെ ഇരിക്കുന്ന പലരും. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ ഞാനാണ്. ചിലപ്പോൾ നമ്മുടെ സ്വാഗതം പറഞ്ഞ രാജുണ്ടാവും. ഞങ്ങൾ ഒഴികെ ബാക്കി എല്ലാവരും കവികളും പാട്ടുകാരും. ഇവിടെ ഇരിക്കുന്നവരാണെങ്കിൽ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ. അവരൊക്കെ കവിതയെ സ്നേഹിക്കുന്നവരാണ്, കവിത ചൊല്ലുന്നവരൊക്കെ. അപ്പോൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ എനിക്കൊന്നും ചിന്തിച്ചൊന്നുമില്ല. ഞാനത് മുതിരുന്നില്ല. ഒരു കാര്യം, 1-2 കാര്യം മാത്രം ചുരുക്കി പറയാം. 10 മിനിറ്റ് തീർക്കില്ല. 10 മിനിറ്റുള്ള കാര്യം പറയാൻ പറ്റുമോ? എന്തായാലും നേരിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ്. നേരിട്ട് പ്രസംഗിക്കേണ്ട കാര്യം ഉണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈയിടെ ശാസ്ത്രാജ്യ പക്ഷം നടത്തിയൊരു പരിപാടി ഉണ്ടായിരുന്നു. സയൻസ് ലാബ് എന്നാണ് കേട്ടും പരിപാടികളും സയൻസ് ലാബ് ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനത്തെ ഫൈനൽ ലാബ് നടത്തിയ പാലക്കാട് വെച്ചായിരുന്നു, IIT വെച്ചായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഇവിടെ പങ്കെടുത്തത് 700ഓളം വിദ്യാർത്ഥികളാണ്, കോളേജ് വിദ്യാർത്ഥികളായി. അവിടെ നടന്നൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഗവേഷണം നടത്തുന്ന കുട്ടികളുണ്ട്, ചെറുപ്പം ജയിച്ചവൻ ചേട്ടന്മാരൊക്കെ ഗവേഷണം നടത്തും. അതിൽ ഗവേഷണത്തിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാണ്. ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ വലിയ 500 പേജ് വരുന്ന പുസ്തകത്തിൽ എഴുതി അവിടെ ഭദ്രമായിട്ട് വെച്ച് ആർക്കും അറിയോ എന്താണെന്നുള്ളൊന്നും ആർക്കും അറിയും. വളരെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതാരും അറിയുന്നില്ല, കിട്ടി വെച്ചിരിക്കുന്നത്. നമ്മളെന്താ അവരോട് ആവശ്യപ്പെട്ടത്? അവർ കണ്ടെത്തിയ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട്, കുടമ്പല്ല 10 മിനിറ്റ് കൊണ്ട് മലയാള ഭാഷയിൽ അവതരിപ്പിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ 10 മിനിറ്റ് കൊണ്ട് മാതൃഭാഷയിൽ അവതരിപ്പിക്കണം. അങ്ങനെ കേരളത്തിൽ ഇത് ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ 500ഓളം പേരാണ് ഇത് തയ്യാറായിട്ടുള്ളത്. അതിൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന 90 പേരെ തിരഞ്ഞെടുത്തു. ആ 90
500 പേര് കേരളത്തിലെ 4 സ്ഥലത്തായിട്ട് ആദ്യം അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത്, കൊച്ചിയിൽ, കോഴിക്കോട് സർവകലാശാലയിൽ, കണ്ണൂർ സർവകലാശാല. അവിടെ IIT വരെ തന്നെ അവരെല്ലാവരും കൂടി ചേർന്നാണ് പാലക്കാട് IIT. അതായത് ഇന്ന് സദസ്സ് ഞാൻ പറഞ്ഞത് 600-700 ചെറുപ്പക്കാരുണ്ടായിരുന്നു. കുറച്ച് ശാസ്ത്രജ്ഞന്മാർ അവരെന്താ ചെയ്തത്? അവർ പഠിച്ച കണ്ടെത്തിയ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട്, ഇത് 400-500 പേജിൽ എഴുതി വെച്ച കാര്യങ്ങൾ 4-5 കൊല്ലം ഗവേഷണം നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ടാണ് മനോഹരമായിട്ട് മലയാള ഭാഷയിലാണ്. അത് ഏറ്റവും 1ാം സ്ഥാനം കിട്ടുന്ന ആൾക്കാരോ തൃശ്ശൂരിൽ നമ്മുടെ അമല മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്നേഹരാജ് വന്നിട്ടില്ല തൃശ്ശൂർ. ആ കുട്ടി എന്താ ചെയ്ത് എങ്ങനെയാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുക, വലിയ കണ്ടുപിടുത്തമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലല്ലേ ആളുകൾ കഷ്ടപ്പെടുന്നില്ലേ ക്യാൻസറൊക്കെ ബാധിച്ചിട്ട്. അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ഒരു വലിയൊരു കണ്ടുപിടുത്തമാണ് ആ കുട്ടി ഗവേഷണത്തിൽ കൂടി ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ആർക്കും അറിയില്ല. ആ വിവരമാണ് നമ്മുടെ സയൻസ് സ്ഥാപനത്തിന്റെ ഇവിടെ കണ്ടത്. അപ്പോൾ വേണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ കഴിയുമാണ്. പിന്നെ ആരാ നിനക്ക് പ്രസംഗിക്കുന്ന ആരായിരിക്കും അറിയാം? അധികം പഠിക്കാത്തവരെ, കാര്യങ്ങളൊന്നും വലിയ ധാരണ ഇല്ലാത്ത നിനക്ക് പ്രസംഗിക്കും. കാര്യങ്ങൾ ധാരണ ഉള്ളവർ ചുരുക്കി പറയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ സാധിക്കും. അത് നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പിന്നെ ദിനംപാസിന്റെ കവിതയെ കുറിച്ചാണ് നമ്മുടെ ഈ കുട്ടികളൊക്കെ ബാലസാഹിത്യത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ? ബാലസാഹിത്യത്തിൽ പറയാം. ഈ ബാലസാഹിത്യം എന്ന് പറഞ്ഞൊന്നുണ്ടോ എന്ന് നമ്മൾ പലരും ചോദിക്കാറ്. നിങ്ങൾ ആരൊക്കെ പഞ്ചതന്ത്രം വായിച്ചവരാരൊക്കെ? പഞ്ചതന്ത്ര കഥകൾ, വിക്രമാദിത്യ കഥകൾ വായിച്ചവരുണ്ടോ? വിക്രമാദിത്യ കഥകൾ നടക്കാറ്. 1000 രാവണം വായിച്ചവരുണ്ടോ? ഇതൊക്കെ മുതിർന്നവർക്ക് ഇതെന്തോർ വായിക്കണം. പക്ഷെ കുട്ടികളെ ധാരാളം വായിക്കുന്നു. നമ്മുടെ പഞ്ചതന്ത്രക്ക് എത്ര ആയിരക്കണക്കിന് കോപ്പികളാണ് നമ്മുടെ നാട്ടിൽ തന്നെ ചിലവായിട്ട് പറയാറ്. വിക്രമാദിത്യ കഥകളൊന്നും വായിക്കാതെ കുട്ടികളെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ വായിച്ച് ആസ്വദിച്ച് രസിച്ച് ആവേശമുള്ളവരാണ് ഒരു ഘട്ടത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ വായിക്കേണ്ടത് അതൊക്കെ വായിക്കണം. അപ്പോൾ അതൊക്കെ മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണോ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ തരംതിരിക്കാനും പറ്റില്ല. അതൊക്കെ നല്ല സാഹിത്യമാണ്, മനോഹരമായ സാഹിത്യമാണ്. അതെല്ലാവരും വായിക്കണം. മുതിർന്നവർക്കും വായിക്കാം, കുട്ടികൾക്കും വായിക്കാം. അതുകൊണ്ട് ബാലസാഹിത്യം എന്നല്ല, ഏത് നല്ല സാഹിത്യവും ആരൊക്കെ വായിക്കണം? കുട്ടികളും വായിക്കണം, മുതിർന്നവർക്കും വായിക്കണം. അപ്പോൾ ബാലസാഹിത്യം എന്ന് പറഞ്ഞ കുറേ എണ്ണത്തിൽ ഇങ്ങനെ തരംതിരിച്ച് അതൊന്നും വേണ്ട, അതിൻ്റെ ഗുണമൊന്നുമില്ല, അതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയുള്ളത്, അതൊക്കെ മതി എന്നുള്ള സമീപനം, ഒരു ധാരണ നമ്മുടെ എഴുത്തുകാർക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. നമ്മുടെ പഴയ കാലത്തെ വലിയ വലിയ എഴുത്തുകാരൊക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത്. നിങ്ങൾ പിന്നെ നമ്മുടെ മഹാകവി ഉള്ളൂരിന്റെ മനോഹരമായ കവിതകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിരിക്കുന്നത്. മനോഹരമായ കവിതകൾ, കുമാരനാശാന്റെ കവിതകളുണ്ട്. പഴയകാലത്തെ കവികളൊക്കെ മഹാകവികളൊക്കെ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഉപയോഗിച്ചു. നമുക്ക് വൈലപ്പള്ളി ശ്രീധരൻ വേണം. വൈലപ്പള്ളിയുടെ നല്ല കവിതകളുണ്ട്. ഈ ശങ്കരക്കുറുപ്പിന്റെ ഓലപ്പിപ്പൊക്കെ പറഞ്ഞ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ പഴയകാലത്തെ മഹാകവികളൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത്. എന്തുകൊണ്ടാണ് മഹാകവികൾ എഴുതുന്നത്? ഈ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത് അത്ര മോശപ്പെട്ട കാര്യമല്ല, വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ കുട്ടികളാണ് അല്ലേ, കുട്ടികളെയാണ് ഇത്തരം കാര്യങ്ങൾ അറിയിക്കേണ്ടത് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം കുട്ടികളെ വിദ്യാഭ്യാസത്തില് അല്ലെ, കുട്ടികളെ ലക്ഷ്യമെടുക്കുന്നത് അധ്യാപകരെ കുറച്ചൊക്കെ പറയുന്നതാണ്. ഈ കളിമണ്ണെടുത്തിട്ട് അല്ലെ, കളിമണ്ണെടുത്ത് നല്ല ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പണിയാണ് അധ്യാപകർ ചെയ്യുന്നത്. നമ്മുടെ മഹാകവി എടശ്ശേരി വന്നിരിക്കുന്നത് കളിമണ്ണ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്നാണ് എടശ്ശേരി വരുന്നവരൊക്കെ പറയുന്നത്. കുമാരനാശാനൊക്കെ പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം കുട്ടികളെ വിദ്യാഭ്യാസം സഹായിക്കാവുന്ന വിധത്തിലുള്ള നല്ല കവിതകൾ, നല്ല കഥകൾ, നല്ല നോവലുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് വായിച്ചാൽ അവർ ഉദ്ദേശിച്ചത്. അവിടെ നമ്മുടെ കവികളുണ്ട്, ഇരിക്കുന്ന കുറേ കവികളുണ്ട്. എനിക്കറിയില്ല ആരെങ്കിലും കവി കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത് എനിക്കറിയില്ല കേട്ടോ. പലരും എഴുതാറില്ല എന്നുള്ള രാവിലെ കവിത എഴുതാറുണ്ട്. ഇവിടെ വർഗീയ സാധനങ്ങളുണ്ട്, പലരും കവിത എഴുതാറുണ്ട്. പക്ഷേ ഇത് കുട്ടികൾക്ക് വേണ്ടി എഴുതാനൊന്നും എനിക്കറിയില്ല. പക്ഷെ കുട്ടികളെ ഉദ്ദേശിച്ച് ഇത്തരം കവികൾ എഴുതാം. അവർ മുതിർന്നവരെ മാത്രം കുട്ടികൾക്ക് അവരെ ഉദ്ദേശിച്ച് എഴുതുന്നതാണ്. ഇതത്ര ഒരു വൈദ്യ സാഹിത്യമല്ല, ബാലസാഹിത്യവും മേജറായിട്ടുള്ള സാഹിത്യം തന്നെയാണ്. അവഗണിക്കേണ്ടതല്ല എന്നുള്ളൊരു ധാരണ നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് കുമാരനാശാന്റെയും അല്ലേ, കുമാരനാശാന്റെയും ഉള്ളൂരിന്റെയും കുമാരനാശാന്റെയും വൈലോപ്പള്ളിയുടെയും ശങ്കരക്കുറുപ്പിന്റെയും ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് എഴുതുന്ന കവികൾ കുറെ പേര് ഇന്നും ഇല്ലാത്തതല്ല. നിങ്ങൾ മധുസൂദനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മധുസൂദന്റെ കവിതകൾ ധാരാളം വായിക്കുന്നത്. ശാസ്ത്രം എങ്ങനെയാണ്, എന്താ ശാസ്ത്രം, എന്താ ശാസ്ത്രബോധം എന്നൊക്കെ എങ്ങനെയാണ് കവിതയെ കൂടി പറഞ്ഞു കൊടുക്കുക. അത് മനോഹരമായിട്ട് എഴുതിയ കവിയായിരുന്നു നമ്മുടെ മധുസൂദൻ. അതേ രൂപത്തിൽ തന്നെ
ശാസ്ത്രവും ചരിത്രവും ഒക്കെ തന്നെ കവിതാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ ശൈലിയിൽ എഴുതുന്ന ഒരാളാണ് നമ്മുടെ ദിനമോൾ. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണോ നമ്മുടെ പഴയകാലത്തെ മഹാകവികൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിരുന്നത്, അതേ പാത പിന്തുടർന്ന് വരുന്ന കവികളാണ് മധുസൂദനൻ, അതേപോലെ ദിനമോൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരൊക്കെ ചെയ്യുന്നത്. ആ കാര്യത്തിൽ ദിനമാഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന് വീണ്ടും വീണ്ടും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ചെയ്യാനുള്ളത്. എങ്ങനെ ഒരു കവിതാ പുസ്തകത്തിന് കവിതയെക്കുറിച്ചുള്ള ചർച്ചകളും മറ്റും എങ്ങനെ നടത്തുന്നത്, കവിതയെക്കുറിച്ച് ധാരാളം പ്രസംഗിച്ചുകൊണ്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. കവിതയെക്കുറിച്ചുള്ള പുസ്തകം, കവിതയുടെ ഏത് സാഹിത്യവും അല്ലെ, കവിതയായാലും കഥയായാലും നോവലായാലും നാടകമായാലും അതിനെക്കുറിച്ച് പ്രസംഗിക്കല വേണ്ടത്. അത് വായിക്കുക വീണ്ടും വീണ്ടും വായിക്കുക മാത്രമാണ് ചെയ്യാറ്. അതുകൊണ്ട് ഈ കവിത ജനമാർന്ന കവിതകൾ നിങ്ങൾ മുൻപ് പലരും വായിച്ചതാണ്, പല കവിതകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ കവിത ഇത് പറഞ്ഞിരിക്കുന്ന കവിതകൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് ഒരു കവിയോടുള്ള ആദരവ്, കവിയോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും നല്ല കവിതാ വായനക്കാരായി, കവിത ആസ്വാദകരായി മാറണം. അതിവിടെ ഇരിക്കുന്ന കുറെ ടീച്ചർമാരുണ്ട്. ഇതിനെപ്പറ്റി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ടീച്ചറൊക്കെ ഇരിക്കുന്നതാണ്. അവരൊക്കെ ഇങ്ങനെ കുട്ടികൾക്കുടെ കൂടെ ജീവിക്കുകയും അവരിലേക്ക് ഇത്തരം ആശയങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരു വലിയൊരു തലമുറയെ വളർത്തിയെടുക്കാനാണ് ഈ കവികളും ഈ എഴുത്തുകാരും നമ്മുടെ അധ്യാപകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സംഭാവന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ദിനമാഷ്. ദിനമാഷ് പുസ്തകത്തിന് ധാരാളം വായനക്കാരുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സ്നേഹാശംസകൾ. എല്ലാവരും നല്ല വായനക്കാരാവുന്നതാണ് മാഷ് പറഞ്ഞത്. കവിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് കവിത വായിച്ചാൽ തന്നെയാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. ഈ കവിത കേൾക്കാൻ മുമ്പിലേ അല്ലേ, കേൾക്കണ്ടേ? ശോഭ നാരായണ വളരെ മനോഹരമായിട്ട് കവിതയിൽ പാടാറുണ്ട്. ദിനമാഷിലെ കവിതയും മലയാളം ഒക്കെ മുമ്പ് പാടിയിട്ടുണ്ട്. ഏതൊക്കെ ആ അമ്പിളിയമ്മമാരെ ഇഷ്ടമല്ലേ? ആണോ? നമ്മൾ നടക്കുമ്പോൾ അമ്പിളിയമ്മമാർ എന്ത് ചെയ്യും? അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്യാം? എന്ത് ചെയ്യും? ഓടിയാലോ? കൂടെ ഓടും അല്ലേ? അപ്പം ഇങ്ങനെയാണ് അമ്പിളിയമ്മ. നമ്മൾ നിന്ന് നോക്കിയാൽ അവിടെ നിൽക്കുന്ന പോലെ തോന്നും. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നോക്കിയാൽ അവിടെയാണെന്ന് തോന്നും. എറണാകുളത്ത് നിന്ന് നോക്കിയാൽ അവിടെ ഉണ്ടെന്ന് തോന്നും. പാലക്കാടാണെങ്കിലോ പാലക്കാടുണ്ടെന്ന് തോന്നും അല്ലേ? അമ്പിളിയമ്മമാർ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ നടക്കുന്നിടത്തൂടെ വരുന്നപോലെ നമുക്ക് തോന്നും. അപ്പൊ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി ഈ അമ്പിളിയമ്മമാരെയൊക്കെ ഇങ്ങനെ കണ്ട് ഇവരെന്താ ഇങ്ങനെ നമ്മുടെ കൂടെ നടക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഈ രാവുണ്ണിയൻ ദിനമാഷ ഒരു പ്രായമായ ആള് കുറച്ചൊരു പ്രായമായി കഴിയുമ്പോൾ ഞാൻ നമ്മൾ ചെറുപ്പത്തിലെ കണ്ട ഈ അമ്പിളിയമ്മമാരെ നോക്കുകയാണ്. അപ്പോൾ അമ്പിളിയമ്മമാർ എങ്ങനെയാണ്, നമ്മൾ ഇപ്പോഴും നോക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഈ അമ്പിളിയമ്മമാർ നമ്മുടെ കൂടെ നടക്കുന്നുണ്ടോ, ഓടുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സംശയമാണ് ഇവിടെ കവിക്കുണ്ടാകുന്നത്. അതാണ് ഈ പുസ്തകത്തിന് അമ്പിളി പെൺകിടാവ് എന്ന് പറയുന്ന കവിത. കേൾക്കണ്ടേ നിങ്ങൾക്ക്? നടക്കുമ്പോൾ കൂടെ വരും, ഓടുമ്പോൾ കൂടെയോടും, നമുക്കൊപ്പം പണ്ടു തൊട്ടേ അമ്പിളി പൊൻപെൺകിടാവ്. കൂടെ പാടാവുന്നത് ഒരു പരിചയം. നടക്കുമ്പോൾ കൂടെ വരും, ഓടുമ്പോൾ കൂടെയോടും, നമുക്കൊപ്പം പണ്ടു തൊട്ടേ അമ്പിളി പൊൻപെൺകിടാവ്. മരച്ചില്ലക്കിടയിലൂടൊളിച്ചു നോക്കുന്നു കുട്ടി ഒരു കൊച്ചു കിനാവിന്റെ കവിത പോലെ. നടക്കുമ്പോൾ കൂടെ വരും,
കുട്ടികളെ കാണുവാനായിരിക്കാം പണ്ടത്തെ പാട്ടൊന്ന് കേൾക്കുവാനായിരിക്കാം പണ്ടത്തെ കുട്ടികളെ കാണുവാനായിരിക്കാം പണ്ടത്തെ പാട്ടൊന്ന് കേൾക്കുവാനായിരിക്കാം പുഴയിൽ ഞാൻ നോക്കുമ്പോൾ നിലാവിന്റെ ആട ചുറ്റി അവളുണ്ട് കുളിക്കുന്നു ചന്ദനത്തിന്നിഴൽ പോലെ പുഴയിൽ ഞാൻ നോക്കുമ്പോൾ നിലാവിന്റെ ആട ചുറ്റി അവളുണ്ട് കുളിക്കുന്നു ചന്ദനത്തിന്നിഴൽ പോലെ നടക്കുമ്പോൾ കൂടെ വരും ഓടുമ്പോൾ കൂടെ ഓടും നമുക്കൊപ്പം നിങ്ങളെല്ലാം പഠിച്ചല്ലോ കവിത ഇങ്ങനെ പുഴയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാമോ അമ്പളിയമ്മാവനെ എങ്ങനെയാ കാണുന്നത് പുഴയിലോ ആ കുളിക്കുന്നത് പോലെ ഇവര് കവിത പഠിച്ചുകൊണ്ടല്ലേ മാഷ് ഇതാണ് മാഷിന്റെ കവിതയുടെ ഒരു പ്രത്യേകത ഒരൊറ്റ കേൾവിയിൽ തന്നെ ഈ കുട്ടികൾക്ക് ആദ്യമായിട്ട് കേൾക്കല്ലേ അവരത് പഠിച്ചു കഴിഞ്ഞു അത്ര ലളിത സുന്ദരമായ പദങ്ങൾ കൊണ്ട് ആർക്കും മനസ്സിലാകുന്ന ഒരു വിധത്തിലാണ് മാഷിന്റെ കവിതകൾ അതുകൊണ്ട് തന്നെയാണ് അത് ഇത്ര നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് അത് പതിയുകയും വളരെ പ്രചാരത്തിലാവുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട് തൃശ്ശൂർ വേറൊരു ഗീതം സംഗീതം എന്ന് പറയുന്നത് ഞങ്ങൾ അതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഗീത സംഗീതത്തിൻ്റെ അവതരണ ഗാനം മാഷാണ് എഴുതിയത് ഏത് പരിപാടിയിലും മുമ്പിലും മാഷിൻ്റെ ഒരു അവതരണ ഗാനം അത് ആരംഭിച്ചിട്ടേ പരിപാടികൾ ആരംഭിക്കുകയുള്ളൂ എല്ലാവിധ ആശംസയും ഇനിയും ഇനിയും പുസ്തകങ്ങൾ എഴുതട്ടെ ഇനിയും ഇനിയും കവിതകളെല്ലാം വിളിക്കട്ടെ സന്തോഷമാണ് ഈ പുസ്തകം നമ്മൾ കണ്ടു കാണൂല്ലേ ഇതിന് മനോഹരമായ ചിത്രങ്ങൾ വരച്ചത് ഉണ്ട് അത് കോഴിക്കോട് സെൻറ് ജോസഫ് സ്കൂളിലെ അധ്യാപകനാണ് ഈ കവിതകളുടെ ചിത്രമാക്കി മാറ്റിയ ആളാണ് മാഷ് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു എല്ലാവർക്കും നമസ്കാരം. ഞാൻ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ല. കൂടുതലായിട്ടും വരയ്ക്കാനും ആനിമേഷൻസ് ഒക്കെ ചെയ്യാനും താല്പര്യമുള്ളവരാണ്. പിന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്നെൻ്റെ ഭാര്യയോടെ അടുത്താണ്, പിന്നെ കൂടാതെ അവധിക്കാലമാണ്, ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങി. പിന്നെ കുറേ കാലമായി ഞാൻ ജിനമാഷിൻ്റെ ചിത്രവും കവിതകളും ശബ്ദവും മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് നേരിട്ട് കാണാൻ കൂടി ഒരു അവസരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എനിക്ക് കവിതകൾ വായിക്കുമ്പോൾ തോന്നാറുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അത് വരയ്ക്കാനായിട്ടൊരു കവിത വായിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതായത് ഞാൻ മാതൃഭൂമിയിൽ ആർട്ടിസ്റ്റ് കെ ഷെരീഫുണ്ട്. ആളൊരിക്കലും പറഞ്ഞതായിട്ട് ഓർക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ നമ്മൾ 3 രീതിയിലാണ് ഒരു കവിത അല്ലെങ്കിൽ കഥയാണെങ്കിലും ഇലസ്ട്രേഷൻ ചെയ്യാനായിട്ട് വായിക്കുന്നത്. ആദ്യത്തെ വായന നമ്മൾ വരികളാണ് വായിക്കുന്നത്. രണ്ടാമത്തെ വായന വരികൾക്കിടയിലൂടെ വായിക്കും, അതായത് ആശയങ്ങൾ ഉൾക്കൊണ്ട് വായിക്കാമെന്നുള്ളൊരു കാര്യമുണ്ട്. മൂന്നാമത്തെ സംഘത്തെ ഒരു വായന എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഇമേജസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം സാധാരണ ഒരു നല്ല കവിത ആണെങ്കിൽ എനിക്ക് 1 or 2 ആദ്യത്തെ 2 കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇമേജസ് മനസ്സിൽ വരാൻ തുടങ്ങും. ആദ്യത്തെ ഒരു വായന കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ടാമതൊരു വായന കഴിയുമ്പോഴേക്കും തന്നെ ഇമേജസ് കിട്ടി തുടങ്ങും. മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കവിതയ്ക്ക് ആ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിത്രം എങ്ങനെയോ വരച്ചൊപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ജിനമാഷിന്റെ കവിതകൾ എനിക്ക് ആദ്യത്തെ വായനയിലോ മാക്സിമം രണ്ടാമത്തെ വായനയിലോ തന്നെ ഇമേജസ് തെളിഞ്ഞ് വരാറുണ്ട്. ഒരിക്കലും തന്നെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പോയിട്ടേ ഇല്ല. അത്രയ്ക്കും ഈ ലളിതമാണ് പദങ്ങളും എല്ലാം തന്നെ. കൂടാതെ എനിക്ക് കൂടുതലായിട്ടും നമ്മുടെ ചുറ്റുപാടിൽ
പ്രകൃതിയിലേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിച്ച കുറേ കവിതകളും അതിനകത്തുണ്ട്. അതായത് ഇപ്പം പറയുന്ന മന്ദാരം, അപ്പം ഇത് നമ്മൾ മന്ദാര ചെടി വരയ്ക്കുന്നത് അത് എനിക്ക് പുറത്തേക്ക് നോക്കിയാൽ മാത്രം കിട്ടുന്ന ഒരു ഇമേജ് ആയിരിക്കും. ഞാൻ പലതവണ ഈ പൂവ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളതൊരു പുസ്തകത്തിലേക്ക് വരയ്ക്കാനായിട്ടുള്ള ഒരു ജോലി കിട്ടുന്ന സമയത്ത് എനിക്കതിൻ്റെ പൂവ് മാത്രം നോക്കിയാൽ പോരാ, ആ ചെടിയുടെ ഇലകളുടെ ഷേപ്പ് നോക്കണം, അത് എന്ത് രീതിയിലാണ് വളർന്നിരിക്കുന്നത്, എത്ര ഉയരത്തിൽ ഈ ചെടി വളരും, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നോക്കിയിട്ട് നമുക്കൊരു ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം എന്നെ സംബന്ധിച്ച് കൂടുതലായിട്ട് പ്രകൃതിയിലേക്ക് നോക്കാനും ചുറ്റുപാടുകളെ അറിയാനുള്ളൊരു അവസരമായിട്ട് എനിക്ക് ഒരു ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തായാലും മറ്റ കവിതകൾ വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നവരെയാണ് തീർച്ചയായിട്ടും. അപ്പം എന്നെ സംബന്ധിച്ചും കൂടുതൽ ഒരു ഇല്ലസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താനും ചില കവിതകൾ ഇപ്പം എനിക്ക് തോന്നുന്നു ചരിത്രം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു കവിതയൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഒരു നുണ എങ്ങനെ ഒരു നാട് മൊത്തം പരന്ന് അതൊരു ചരിത്രമാകുന്നു എന്നുള്ളൊരു കഥയാണ് പറയുന്നത്. അപ്പം അതെന്നെ സംബന്ധിച്ച് ഈ നുണ എങ്ങനെയാണ് നമ്മളൊരു വിഷ്വലാക്കി വരയ്ക്കുക എന്നുള്ളൊരു ചലഞ്ചൊക്കെ അതിനകത്തുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു വിഷ്വൽ കിട്ടുക ഞാൻ വായിച്ചതും അറിഞ്ഞതുമായിട്ടുള്ള എൻ്റെ പരിസരങ്ങളിൽ നിന്നുള്ള പത്രവാർത്തകളും ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന സമകാലിക വാർത്തകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അത്തരം ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറ്. കാരണം അപ്പം അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നേരിട്ടല്ല, നമ്മളൊരു സൂചനകളിലൂടെയാണ് അത്തരം കവിതകളിലേക്ക് ചിത്രം വരയ്ക്കാറ്. അപ്പം എന്തായാലും ഇന്നത്തെ തലമുറയിൽ പെട്ട കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇത്തരം കവിതകൾ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിക്കുന്നെന്ന് തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. കാരണം ഇത് മൊബൈൽ ഫോണിലൂടെ നോക്കി നടക്കുമ്പോഴല്ല. ഇപ്പം മന്ദാരച്ചെടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ദാരച്ചെടി നമ്മളുടെ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫോൺ നോക്കി ഇരിക്കുന്നതുകൊണ്ട് മിക്കവാറും കാണാതെ പോകുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ ഒരു കവിതയുടെ സമാഹാരം എന്നെ സംബന്ധിച്ച് വീണ്ടും പ്രകൃതിയിലേക്ക് നോക്കാനൊക്കെ ഉള്ള ഒരു പ്രേരണയായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. എല്ലാ ആശംസകളും. ഈ കവിതകളെ കുറിച്ച് കേൾക്കാം. എന്ന് വെച്ചാൽ കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ ഒരു പേര് ടീച്ചർ വായിക്കും. അല്ല, ആദ്യം ഒന്ന് വായിക്കുന്നത് പറഞ്ഞു, ബാക്കി ടീച്ചർ പറന്നു നടന്ന വഴി